ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്, അതായത് നമ്മളിപ്പോൾ സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മോട്ടിവേഷന്റെ 5ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ വേർഡ്സ് ആണ്. അപ്പോൾ അത് 5 വേർഡ്സ് ഉണ്ട്. 5ഉം കുറച്ച് വേർഡ്സ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാ വേർഡ്സ് എന്ന്. ഓക്കെ, അത് വന്നിട്ട് 5 പോസിറ്റീവ് വേർഡ്സ് എന്ന് നമ്മൾ സാധാരണ കോമൺലി പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് 5 പോസിറ്റീവ് വേർഡ്സ്. അതിൽ ഇൻക്ലൂഡ് ആവുന്ന കുറെ വേർഡ്സും കൂടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം വന്നിട്ട് ലവ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തിനോടും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം മെയിനായിട്ട്. ഓക്കെ, അപ്പൊ അത് ലവ് ആദ്യം വരും. പിന്നെ ഹോപ്പ്, പ്രതീക്ഷ. നമുക്ക് ഇംഗ്ലീഷ് ഫ്യൂച്ചറിൽ പഠിക്കണം എന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച് എന്തായാലും നമ്മൾ നല്ലപോലെ സംസാരിക്കാൻ പഠിക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അതാണ് ഹോപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ജോയ് എന്ന് വെച്ചാൽ ഒരു സന്തോഷം. ഇപ്പൊ നമുക്ക് ലാംഗ്വേജ് പഠിക്കുന്നത് ഒരു പുതിയൊരു കാര്യമാണ്. വെച്ചാൽ നമുക്ക് ഇപ്പൊ നമ്മുടെ മദർ ടങ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ലാംഗ്വേജസ് പഠിക്കുമ്പോൾ നമുക്ക് അതൊരു ഇഷ്ടമായിരിക്കും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മദർ ടങ് കൂടാതെ നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന ലാംഗ്വേജസ് ആണ്. അപ്പോൾ അത് ഇംഗ്ലീഷും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷത്തോടു കൂടി പഠിക്കാനായിട്ട് പറ്റും. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രൗഡാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണ്. അപ്പൊ നമുക്കത് പ്രൗഡായിട്ട് തന്നെ പറയാം. അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ജോയ് ഉണ്ടാവും. പിന്നെ എന്നിട്ട് ഇത് കൈൻഡ്നെസ്, ഒപ്റ്റിമം, സക്സസ് ഒക്കെ ഉണ്ട്. സക്സസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് കാര്യം ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തുടങ്ങി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സക്സസ് ആയിട്ട് നമ്മളത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നമ്മളിപ്പോൾ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു ഫീൽ വരും, സക്സസ്. പിന്നെ ഇൻസ്പിരേഷൻ. ഇപ്പൊ ആരെങ്കിലും ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കുന്നവരാണെങ്കിൽ അവരെ കണ്ടിട്ട് നമുക്കും തോന്നും നമുക്കും ഇപ്പൊ ഇവരെ പോലെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണെങ്കിൽ ഒരാളെ കണ്ടിട്ട് നമുക്കും ഇംഗ്ലീഷിൽ എന്താ പഠിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാളെ പോലെ ഇൻസ്പിറേഷൻ ഒക്കെ തോന്നാം. ഒരാളെ കാണുമ്പോൾ നമുക്ക് അതേപോലെ ആവണം അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ അതൊക്കെ ഒരു 5 വേർഡ്സ് ആണ്. പിന്നെ കോൺഫിഡൻസ്, മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യം കോൺഫിഡൻസ് ആണ്. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം. നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും, നമ്മൾ പിന്നോട്ട് പോകത്തില്ല, നമ്മൾ മുന്നിൽ തന്നെ പോയി ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കാൻ പഠിക്കുമെന്ന് നമുക്ക് തന്നെ തോന്നാം. അപ്പൊ അതൊരു പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ വന്നിട്ട് ലാഫ്റ്റർ, അപ്രിഷിയേഷൻ. ഒരാൾ നമ്മളെ ഇപ്പൊ അപ്രിഷിയേഷൻ ചെയ്യുന്നത്, എന്താ നീ നന്നായിട്ട് പറഞ്ഞു, നീ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ ഒരാൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പ്രോത്സാഹനം തരുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, നമുക്കത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ഓഫൻലി യൂസ്ഡ്, ഇതൊക്കെ നമുക്ക് കുറെ എൻകറേജും സപ്പോർട്ടും ഒക്കെ കൂടി ഉണ്ടെങ്കിലാണ് നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളെ കളിയാക്കുന്നതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ അത് കേട്ടിട്ട് അങ്ങ് വിടുക. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഏതൊരു കാര്യം ചെയ്യാനും അതിനൊരു പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. നമ്മൾ നെഗറ്റീവ് വശം മാത്രം കാണാണ്ട് പോസിറ്റീവ് കൂടി കാണണം. പോസിറ്റീവ് ഓരോരുത്തർ വരാൻ നീ നല്ല കാര്യം ചെയ്യുന്നത് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല അപ്രിഷിയേഷനോ അല്ലെങ്കിൽ എന്താ നല്ലപോലെ സംസാരിക്കാൻ നീ അങ്ങനെ നിനക്ക് ജോലിക്ക് പോകണ്ടേ, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നതും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതും നിന്നെ കൊണ്ട് പറ്റും അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത് നമ്മൾ മാത്രം കേട്ടാൽ മതി. ഇതിപ്പോ നെഗറ്റീവിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ പഠിക്കുന്നത്, നിനക്കിപ്പോ എന്താ ഇവിടെ നിന്നാ പോരെ, നീ ഇംഗ്ലീഷ് പഠിച്ച് വലിയ ആളാവുക, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പൊ നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം, നമ്മുടെ കാര്യം നോക്കുക. അപ്പൊ നമുക്ക് ഉള്ളില് കോൺഫിഡൻസ് വെച്ചിട്ട് സംസാരിക്കും. നമുക്ക് തന്നെ നമ്മളോട് ഒരു ആത്മവിശ്വാസം വേണം. നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്താലും ഒരു ആത്മവിശ്വാസം വേണം. അപ്പൊ നമുക്ക് തന്നെ പറയാം നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും, നമ്മൾ നല്ലപോലെ പഠിക്കും എന്നുള്ളത് നമുക്കൊരു ആത്മവിശ്വാസം വേണം. ഓക്കെ, ഇപ്പൊ നമുക്ക് അത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വെച്ച് ഇതൊരു പോസിറ്റീവ് വേർഡ്സ് ആണ്. ഓക്കെ, നമുക്ക് കോൺഫിഡൻസ് തോന്നുന്നത് വളരെ ഒരു അത്യാവശ്യമാണ്. പിന്നെ ഹോപ്പ് വേണം. പിന്നെ നമുക്ക് ജോയ്, നമ്മൾ പഠിക്കുമ്പോൾ സന്തോഷത്തോടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് ഒരു ബേർഡൻ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നമുക്കത് എളുപ്പത്തിൽ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തൊക്കെ പഠിക്കുക. പിന്നെ അപ്രിഷിയേഷൻ, ഒരാൾ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക, നീ നന്നായിട്ട് വരും, നല്ലതുപോലെ വരും, അങ്ങനെ. പിന്നെ സപ്പോർട്ട്. ഇത്രയും വേർഡ്സ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇനി എന്തെങ്കിലും
ഇപ്പോൾ മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഇതുപോലെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് നോക്കിയിട്ട് ഞാൻ അതുപോലെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇനി ഇപ്പൊ ഇംഗ്ലീഷ് ആർക്കെങ്കിലും പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അത് വാട്സപ്പ് നമ്പറാണ്. ഓക്കെ, അപ്പൊ ആ നമ്പറിൽ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.